ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെടുക്കൽ തുടരുകയാണ്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്താണ് ഇന്നലത്തെ പോലെ മൊഴി ഇന്നും രേഖപ്പെടുത്തുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് വാസുദേവൻ, സ്പോൺസർമാരായ അനന്ത സുബ്രഹ്മണ്യൻ എന്നിവരെയും കൂടി ചോദ്യം ചെയ്യും. MS വീണ വിവരങ്ങൾ നൽകും. വീണ, ഇന്ന് രാവിലെ 9 മണിക്കാണ് രണ്ടാം ദിവസത്തെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നത്. 9 മണിയോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ആസ്ഥാനത്തെത്തിയത്. ദേവസ്വം വിജിലൻസ് SP സുനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിശദമായ മൊഴി തന്നെയാണ് ഇന്നും രേഖപ്പെടുത്തുന്നത്. ഇന്നലെ 4 മണിക്കൂർ നീണ്ടുനിന്ന മൊഴിയെടുപ്പായിരുന്നു. ഉച്ചയ്ക്ക് 3 മണി മുതൽ ആരംഭിച്ചത് രാത്രി 7 വരെ നീണ്ടുനിന്നു. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉയർത്തുന്ന ആരോപണങ്ങൾ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. തനിക്ക് ലഭിച്ചത് ചെമ്പാണെന്നുള്ള വാദമാണ് ഇന്ന് നിരത്തുന്നത്. മാത്രമല്ല, ആശയക്കുഴപ്പം നിൽക്കുന്നു. അതായത് രേഖകൾ തമ്മിലും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്ന മൊഴിയിലും ആശയക്കുഴപ്പം നിൽക്കുന്നു. തനിക്ക് ചെമ്പാണ് കിട്ടിയത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകം, അതായത് ഈ ക്ഷേത്രത്തിൽ നിന്നെടുത്ത് ഇത് സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് ചെന്നൈയിൽ എത്തിക്കുന്നതിലുണ്ടായ ഒരു കാലതാമസവുമായി ബംഗളൂരുവിൽ എത്തിച്ചതും അതുപോലെ തന്നെ ചെന്നൈയിൽ എത്തിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ കാലതാമസ വിഷയത്തിൽ തനിക്ക് അത്തരത്തിലുള്ളൊരു നിബന്ധനയൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഇന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോകരുത് എന്ന തരത്തിൽ തന്നോട് ആരും ആവശ്യപ്പെട്ടിരുന്നില്ല. അതുപോലെ തന്നെ താനും അതുപോലെ മറ്റു 2 സ്പോൺസർമാരും, അതായത് അനന്ത സുബ്രഹ്മണ്യനും രമേശും ഉൾപ്പെടെ 15 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് പാളിയിൽ സ്വർണം പൂശിയതെന്നും ഇന്നലെ നൽകിയ മൊഴിയിൽ പറയുന്നു. കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപീഠ വിഷയത്തിൽ പീഠം താൻ സുഹൃത്തിനെ ഏൽപ്പിച്ചിരുന്നു. സുബ്രഹ്മണ്യത്തെയാണ് ഏൽപ്പിച്ചത്. അദ്ദേഹം എന്നാൽ അത് ക്ഷേത്രത്തിലേക്ക് വാസുദേവൻ പോറ്റിയാണ് ഏൽപ്പിച്ചത്. എന്നാൽ ഇത് വാസുദേവൻ പോറ്റി ക്ഷേത്രത്തിൽ എത്തിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ഈ വിവാദം ഉണ്ടായതിനു ശേഷമാണ് താൻ അന്വേഷിച്ചത്. ഈ സുഹൃത്തിനെ സുബ്രഹ്മണ്യം പോറ്റിയിലേക്ക് പഴിചാരുന്നൊരു നിലപാടാണ് പോറ്റി ഇപ്പോഴും സ്വീകരിക്കുന്നത്. തനിക്കിതുമായി താൻ ഏൽപ്പിച്ചു, എന്നാൽ ഈ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ മാത്രമാണ് താൻ അന്വേഷിച്ചത് എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റി. ഈ 2019 ഇതുമായി ബന്ധപ്പെട്ട് താൻ സ്വർണ്ണപ്പാളികൾ കൈപ്പറ്റുമ്പോൾ തിരുവാഭരണ കമ്മീഷൻ ഇല്ലായിരുന്നു. മാത്രമല്ല, മഹസറിൽ ഇതിൻ്റെ തൂക്കം സംബന്ധിച്ചുള്ള തിരിച്ചു മടക്കി നൽകുമ്പോൾ മഹസറിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അളവുകൾ രേഖപ്പെടുത്തിയിരുന്നില്ല. അതൊക്കെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വന്ന വീഴ്ചയാണ്. ആ വീഴ്ചയിൽ തന്നെ എന്തിനാണ് പഴിചാരുന്നതെന്നടക്കമുള്ള ചോദ്യമാണ് ഉദ്യോഗസ്ഥരോട് ഉന്നയിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇത്തരത്തിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മൊഴികളിലടക്കം നിൽക്കുന്ന വൈരുദ്ധ്യങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തികം, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തിരുവനന്തപുരത്ത് തന്നെ ഒരു വീടുമായി ബന്ധപ്പെട്ട് വാടകയ്ക്ക് വീടുമായി നൽകിയ ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. ആ കേസിൻ്റെ അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വീടിൻ്റെ മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാർ തീയിട്ട് നശിപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അന്ന് വീട്ടിൽ താമസിച്ചിരുന്നയാൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അത് ചെയ്തതെന്നാണ് അടക്കം അദ്ദേഹം ആരോപിക്കുന്നത്. അത്തരത്തിലുള്ള അന്വേഷണങ്ങളും ഇതിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളടക്കം ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് 2 വട്ടം പാളികൾ കൈമാറിയ സമയത്ത് ഉദ്യോഗസ്ഥരുടെ അഭാവം ഉണ്ടായിരുന്നു എന്ന തരത്തിലൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകുന്നുണ്ട്. അതിനാൽ തന്നെ മറ്റ് സ്പോൺസർമാരുടെയും ഒപ്പം തന്നെ തിരുവാഭരണ കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെയും തൂക്കം അളക്കാതിരുന്ന സാഹചര്യത്തിൽ തിരിച്ച് ശബരിമലയിൽ സ്വർണ്ണപ്പാളികൾ സമർപ്പിക്കുമ്പോൾ തൂക്കം അളക്കാതിരുന്ന സമയത്തുള്ള ഉദ്യോഗസ്ഥരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ചോദ്യം ചെയ്യൽ ഇനി ഉണ്ടാവുക. മാത്രമല്ല, മറ്റ് 2 സ്പോൺസർമാർ അവരുടെയും വിശദമായ മൊഴിയെടുക്കും. ഏതൊരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ 15 ലക്ഷം രൂപ മുതൽ മുടക്കി എന്ന് പറയുന്നു, ചെമ്പ് പാളിയാണ് നൽകിയതെന്നുള്ള വാദമാണ് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി നിരത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിലടക്കം കൃത്യമായ മൊഴി രേഖപ്പെടുത്തും. കൂടുതൽ ഗൗരവമായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും ഇന്നും ആവർത്തിക്കുക. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് സ്ഥലങ്ങളിൽ പൂജ നടത്തിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലെന്ന് ഉദ്യോഗസ്ഥർ ചോദിക്കുമ്പോൾ തനിക്ക് പ്രത്യേകിച്ച് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊന്നും നൽകിയിരുന്നില്ല. തന്നോട് ഇതുമായി ബന്ധപ്പെട്ട് സ്വർണം പൂശലുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിരുന്നത്. കൃത്യമായ നിബന്ധനകളൊന്നും ശബരിമലയിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. അതിനാൽ തന്നെയാണ് താൻ സ്വർണവുമായി ഇത്തരം ഇടങ്ങളിൽ പോയതെന്നടക്കമുള്ള ന്യായവാദങ്ങളാണ് ഇപ്പോഴും നിരത്തിക്കൊണ്ടിരിക്കുന്നത്. രേഖകൾ തമ്മിൽ ആശയവൈരുദ്ധ്യമുണ്ട്. ഒപ്പം തന്നെ തനിക്ക് ചെമ്പാണ് നൽകിയെന്നുള്ള വാദത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. മറ്റു ഉദ്യോഗസ്ഥരെ അടക്കം ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ 2 സ്പോൺസർമാരുടെയും മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇവർ പരസ്പരം പറയുന്നതിൽ വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ടോ എന്നടക്കം വിശദമായി തന്നെ അന്വേഷണ സംഘം ദേവസ്വം വിജിലൻസ് പരിശോധിക്കുകയും ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റി നിരത്തുന്ന വാദങ്ങളിൽ ചിലത് പൊരുത്തക്കേടുകൾ നിലനിൽക്കുന്നതിനാൽ സാങ്കേതിക തെളിവുകളും ഒപ്പം തന്നെ രേഖകളും ഒക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പുരോഗമിക്കുന്നതും. കൂടാതെ തന്നെ ഇന്നലെ നൽകിയ മൊഴിയിലടക്കം
മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ചോദിച്ച ചോദ്യങ്ങളോട് താൻ മറുപടി പറഞ്ഞു. തനിക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ താൻ ഓർത്തെടുത്തു പറഞ്ഞു എന്നാണ് പറയുന്നത്. സമയമെടുത്താണ് ഓരോ ഉത്തരങ്ങളും നൽകുന്നത്. എന്നാൽ ആ ഉത്തരങ്ങൾ പറയുന്നതിലുള്ള വൈരുദ്ധ്യങ്ങളടക്കം അന്വേഷണ ഉദ്യോഗസ്ഥർ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ്, വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. അതിനാൽ തന്നെയാണ് വിശദമായ ചോദ്യം ചെയ്യൽ ഇന്നും പുരോഗമിക്കുന്നത്. ഇന്നും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ തന്നെയാകും ഉണ്ടാവുക. സ്പോൺസർമാരെ അടക്കം ഇവിടെ എത്തിക്കുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകളും. വീണ, ഒന്നുകൂടി, ഇന്നലെ 4 മണിക്കൂറോളം സമയമായിരുന്നല്ലോ വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്ത്. അതിനുശേഷവും ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും പറഞ്ഞത് ചോദ്യം ചെയ്യലിനോട് സഹകരിക്കും, അന്വേഷണത്തോട് സഹകരിക്കും, എനിക്ക് സമയം തന്നു, ആവശ്യത്തിന് സമയം തന്നു, ആലോചിച്ചിട്ട് ഉത്തരം പറയാനുള്ള അവസരമൊക്കെ വിജിലൻസ് ഒരുക്കി തന്നു എന്നൊക്കെയാണ്. എന്തായാലും ഇന്നലെ നൽകിയ മൊഴികളിൽ പൊരുത്തക്കേട് ഉണ്ട് എന്ന് വിജിലൻസിന് ബോധ്യമായോ? വീണ തന്നെ ആവർത്തിച്ചിരുന്നു ഈ പൊരുത്തക്കേടുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇന്നും ചോദ്യം ചെയ്യൽ തുടരുന്നത്, ആ പൊരുത്തക്കേടുകളൊക്കെ പരിഹരിക്കാൻ കൂടിയാണ് എന്ന്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ഇന്നലെ 4 മണിക്കൂർ നീണ്ടു നിന്ന ചോദ്യം ചെയ്യലായിരുന്നു അനു. ആ ചോദ്യം ചെയ്യലിൽ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, താൻ അറിയാവുന്ന ഉത്തരങ്ങളൊക്കെ പറഞ്ഞു, തനിക്ക് സമയം തന്നു, ഇടവേള തന്നു. ഇനി എപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിന് ആവശ്യപ്പെട്ടാലും താൻ ആ മൊഴി നൽകുവാനായിട്ട് എത്തുമെന്നാണ് പറഞ്ഞത്. തിരുവനന്തപുരത്താണെങ്കിലും ബംഗളൂരുവിലാണെങ്കിലും താനും എത്തുമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതിൽ ആശയക്കുഴപ്പങ്ങൾ നിൽക്കുന്നുണ്ട്, രേഖകൾ തമ്മിലുള്ള ചേർച്ചക്കേടുണ്ട്. അതൊക്കെ തന്നെയാണ് വീണ്ടും മൊഴി രേഖപ്പെടുത്തുവാനുള്ള കാരണത്തിലേക്ക് എത്തിയത്. തുടക്കം മുതൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് തനിക്ക് ചെമ്പാണ് നൽകിയത് എന്നുള്ള വാദത്തിലാണ് ഉറച്ചു നിൽക്കുന്നത്. എന്നാൽ ചെമ്പുമായി ബന്ധപ്പെട്ട് താൻ തിരിച്ച് സുഹൃത്തുക്കൾ മറ്റ് 2 സ്പോൺസർമാരും 3 പേരും കൂടി ചേർന്ന് 15 ലക്ഷം രൂപ മുടക്കിയാണ് പാളിയിൽ സ്വർണം പൂശിയതെന്നടക്കം പറയുമ്പോഴും ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ എവിടെയൊക്കെയാണ് ഈ 40 ദിവസം വൈകിയതിൻ്റെ കാരണങ്ങളുണ്ട്, എവിടെയൊക്കെയാണ് ഇത് എത്തിച്ചത്, ഏത് തരത്തിലാണ് ഇത് കൊണ്ടുപോയത്, ഇത് കൊണ്ടുപോകുന്ന സമയത്തടക്കം സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട് ജയറാം അടക്കം പറഞ്ഞ മൊഴികളടക്കം നിൽക്കുന്നുണ്ട്. ജയറാം അടക്കം നടത്തിയ പ്രതികരണങ്ങളടക്കം നിൽക്കുന്നുണ്ട്. ചെറിയൊരു കാറിലാണ് കൊണ്ടുപോകുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു വസ്തു കൊണ്ടുപോകുമ്പോൾ അതിനെ കൂടുതൽ ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ടതെന്നടക്കമുള്ള വിമർശനങ്ങളൊക്കെ ഉയരുന്നൊരു ഘട്ടം കൂടിയാണ്. എന്നാൽ ഇത് ഇത്തരത്തിൽ ലാഘവത്തോടെ കൊണ്ടുപോയൊരു സാഹചര്യം മാത്രമല്ല, കൊണ്ടുപോകാനുണ്ടായ ഒരു കാലതാമസം, ഒപ്പം തന്നെ ഈ തിരുവാഭരണ കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെയും മാത്രമല്ല ദേവസ്വം ബോർഡും ഇത് സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നടക്കം ആരോപിക്കുന്ന ഒരു സാഹചര്യം, അതിൻ്റെ വാസ്തവങ്ങളൊക്കെ എല്ലാം തെളിയിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാധ്യസ്ഥനാണ്. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് തൂക്കം രേഖപ്പെടുത്തിയില്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുമ്പോഴും അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് തിരുവാഭരണ കമ്മീഷനെ അറിയിച്ചില്ല? ഇത്തരത്തിൽ തൂക്കം രേഖപ്പെടുത്തിയില്ല എന്നുള്ളൊരു വിവരം ഇവിടുന്ന് കൊണ്ടുപോകും തന്നെ എന്തുകൊണ്ട് അറിയിച്ചില്ല? തിരിച്ച് ഏൽപ്പിച്ചപ്പോൾ പോലും അത് എന്തുകൊണ്ടാണ് വീണ്ടും ശ്രദ്ധയിൽപ്പെടുത്താതിരുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉത്തരവാദിത്വത്തിൽ പാളികൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നു. ആ സ്വർണ്ണപൂശൽ കഴിഞ്ഞ് തിരിച്ചെത്തിക്കുമ്പോൾ അളവുകൾ പരിശോധിക്കുവാനും അതിൻ്റെ തൂക്കം നിർണ്ണയിക്കേണ്ടതുമൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലടക്കം വീഴ്ച സംഭവിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തുകൊണ്ട് ചൂണ്ടിക്കാണിച്ചില്ല എന്നടക്കമുള്ള വിമർശനങ്ങളും. മാത്രമല്ല, പീഠത്തെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം, പീഠം പോറ്റിയുടെ സുഹൃത്തിനെയാണ് ഏൽപ്പിച്ചതെന്നാണ് പറയുന്നത്. വാസുദേവൻ പോറ്റി ഏൽപ്പിച്ചു എന്ന് പറയുന്നു. പോറ്റി ഏൽപ്പിക്കുമ്പോൾ തിരിച്ചത് ശബരിമലയിലെത്തിയോ, അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയായോ, ഇതൊന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷിച്ചിരുന്നില്ല. ഇപ്പോൾ വിവാദമുണ്ടായതിന് ശേഷമാണ്, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അന്വേഷിക്കുകയും സുഹൃത്തിനോട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്തതെന്നാണ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉത്തരവാദിത്തോടു കൂടി ഏറ്റെടുത്ത ഒരു വസ്തു അത് തിരികെ ഏൽപ്പിക്കുമ്പോൾ അത് ശബരിമലയിൽ കൃത്യമായും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അത് കൃത്യമായ വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ട ബാധ്യസ്ഥത ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണുള്ളത്. ഇതിലടക്കം വീഴ്ച സംഭവിച്ചു എന്നുള്ളതും വ്യക്തമാണ്. എന്തടിസ്ഥാനത്തിലാണ് വാസുദേവൻ പോറ്റി ഏൽപ്പിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളും മറ്റു കാര്യങ്ങളും ഒക്കെ പൂർത്തീകരിച്ചിരുന്നു? ഇക്കാര്യങ്ങളൊക്കെ കൂടുതലായും ചോദിച്ചറിയുന്നുണ്ട്. മാത്രമല്ല, 3 പേർ ചേർന്ന് 15 ലക്ഷം രൂപ മുതൽ മുടക്കി എന്ന് പറയുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് ഏത് സാഹചര്യത്തിലാണ്, എപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നടന്നതെന്ന് കൂടി വ്യക്തമായി അറിയേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ തന്നെയാണ്. മാത്രമല്ല, രേഖകൾ തമ്മിലും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്ന മൊഴികൾ തമ്മിലും വൈരുദ്ധ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളിലടക്കം കൂടുതൽ വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്തുന്നത്. തിരുവാഭരണ കമ്മീഷന്റെ ഉദ്യോഗസ്ഥരടക്കം ഇവിടെ ഇനി വിളിച്ചു വരുത്തും മൊഴി രേഖപ്പെടുത്തുന്നതിനായി ബന്ധപ്പെട്ട്. അതുമാത്രമല്ല, മറ്റ് 2 സ്പോൺസർമാരെയും ഇവിടെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തും. കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും അറിയേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ മൊഴിയിലെ വൈരുദ്ധ്യം തെളിയേണ്ടതുണ്ട്. എന്താണ് വാസ്തവത്തിൽ നടന്നതെന്ന സത്യം പുറത്തു വരേണ്ടതുണ്ട്. അനു, തീർച്ചയായും.